ഹലോ കൂട്ടുകാരെ, നമസ്കാരം. മിക്സീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ. ഒന്ന് കണ്ടു നോക്കണേ, അവസാനം വരെ കാണണേ. ഇവിടെ ദോശയ്ക്കുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്റ്റന്റ് പൊടി എന്ന് പറയാൻ പറ്റില്ല, 6 മണിക്കൂർ ഫെർമെന്റേഷൻ ടൈം ഉണ്ട്. ഇത് മില്ലറ്റിന്റെ ദോശയാണ്. അതിനുള്ള മില്ലറ്റ്സുകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു തരം മില്ലറ്റ് ആണ്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. നിങ്ങളുടെ കയ്യിൽ ഏത് തരം മില്ലറ്റ് ഉണ്ടോ അത്. ഇത് ഓരോന്നിന്റെയും അളവ് ഞാൻ പറഞ്ഞുതരാം. ഇത് 2 തരം ഉണ്ട് കേട്ടോ. അതില് 2 തരം മില്ലറ്റ് ഉണ്ട്. കണ്ടോ, റാഗി അങ്ങനെയുള്ള മില്ലറ്റുകളാണ്. അപ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് ഉലുവ വേണം. ഇത് 2 ടേബിൾ സ്പൂൺ ഉലുവയാണ്. പിന്നെ ഈ മില്ലറ്റുകളെല്ലാം ഈ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇത് അധികം കാണും. ഇത് 2 മില്ലറ്റ് ഉണ്ട്. 2 തരം മില്ലറ്റ്, അത് 2 കപ്പ് വെച്ച്. അപ്പൊ മൊത്തം 4 കപ്പ് ഉണ്ട് ഇത്. അതുപോലെ ഇതും 4 കപ്പ് ഉണ്ട്. ഇതിലും 2 തരം ഉണ്ട്. ഇത് ഒരു തരേ ഉള്ളൂ, 2 കപ്പ്. പിന്നെ ചെറുപയറാണ്, കുറച്ച് പ്രോട്ടീൻ കണ്ടന്റ് ഇരിക്കട്ടെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് 2 കപ്പ്. പിന്നെ നമ്മൾ സാധാരണ എല്ലാ ദോശയിലും ഉപയോഗിക്കുന്ന ഉഴുന്ന്, ഇതും 2 കപ്പ്. എല്ലാം 2 കപ്പാണ്. ഇതിപ്പോ ഞാൻ 5 തരം മില്ലറ്റ് എടുത്തിട്ടുണ്ട്. 5 തരം എടുക്കാമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു തരം ആയാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ എടുത്തു. ഇത് മെയിൻ ആയിട്ട് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട്, മോന് ഇത് പൊടിച്ച് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. PG-യിൽ നിൽക്കുമ്പോൾ അവന് ഉണ്ടാക്കാൻ എളുപ്പത്തിന്. മിക്സി ഒന്നുമില്ല, മിക്സിയൊക്കെ കൊണ്ടുപോകാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് അരച്ചുണ്ടാക്കുക എന്ന് പറയുന്നത് അവര് അങ്ങനെ ഓർത്ത് വെച്ച് അത് കുതിർത്ത് അരയ്ക്കാനും പോണില്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ കൊടുത്തു വിടുകയാണെന്നുണ്ടെങ്കിൽ, കൊടുത്തു വിടാൻ മാത്രമല്ല നമ്മുടെ വീട്ടിലേക്കും ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ വെറുതെ വെള്ളത്തില് ആവശ്യത്തിനുള്ളത് എടുത്ത് കലക്കി വെച്ചാൽ മാത്രം മതി. ഇതിപ്പോ ഞാൻ ചെയ്യുന്നത് മൊത്തം ഒന്നിച്ചിട്ടിട്ട് കഴുകി വൃത്തിയാക്കും. എന്നിട്ട് വെയിലത്തിട്ട് ഒരു 2 ദിവസത്തെ ഉണക്കുണ്ടാവും. 2 ദിവസം നന്നായിട്ട് വെയിലത്തിട്ട് ഉണക്കിയതിന് ശേഷം മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുക ചെയ്യുന്നത്. ഇത്ര അധികം ഉള്ളതുകൊണ്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കും. അല്ല മിക്സിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം. മിക്സിയിലൊക്കെ ആകുമ്പോൾ കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് അധികമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിച്ച് വെക്കുകയാണ് നല്ലത്. ഉലുവ ഇടുന്നത് നിർബന്ധമൊന്നുമില്ല, ആവശ്യമുള്ളവർ ഇട്ടോളൂ. ഇഡ്ലിക്കും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാം. ഇഡ്ലിക്കാണെങ്കിൽ കുറച്ച് കട്ടിയിൽ ബാറ്റർ ഉണ്ടാക്കി വയ്ക്കാം. ദോശയ്ക്കാണെങ്കിൽ കുറച്ച് ലൂസ് ആക്കിയിട്ട് നമ്മൾ സാധാരണ ദോശയ്ക്ക് എടുക്കുന്ന പോലെ തന്നെ എടുക്കുക. ഇത് മില്ലറ്റിന്റെ ആണ്. ഇതേപോലെ തന്നെ അരിയുടെയും ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ചെറുപയർ ഇതിലിട്ടു. ഇനി ബാക്കി മില്ലറ്റുകൾ ഒന്നിച്ച് തന്നെയാണ് കേട്ടോ കഴുകുന്നത്. എല്ലാം ഒന്നിച്ചിടുമ്പോൾ കുറച്ചധികം ഉണ്ട്. അത് തന്നെ നമ്മുടെ ഇഡ്ലി പാത്രത്തിലാണ് ഇടുന്നത് കഴുകാൻ വേണ്ടിയിട്ട്. ഉഴുന്ന്, പിന്നെ ഉലുവ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അധികം എടുക്കരുത്, കയ്പ്പ് വരും. വേണ്ട, ഒരുപാടുണ്ട് അത്. ഇനി ഇതെല്ലാം 2 കപ്പ്, നമ്മുടെ ഈ മെഷറിംഗ് കപ്പിൽ 2 കപ്പ് എന്നുള്ള അളവാണ് കേട്ടോ ഓരോന്നും എടുത്തിരിക്കുന്നത്. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കാനിടുന്നത് കാണിക്കാം. ഞാൻ ദോശയുടെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ദോശ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് പച്ചരിയാണ് കേട്ടോ, നമ്മൾ ദോശയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന പച്ചരിയാണ്. ഈ പച്ചരി 2 പാത്രത്തിലായിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു പാത്രത്തിൽ ഇതില് 4 ഗ്ലാസ് അരിയാണ്. അപ്പൊ മൊത്തം 8 ഗ്ലാസ് അരി. ഇത് ഉലുവ ടേബിൾ സ്പൂൺ ആണ്. ഈ ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയാണ്, പുൽക്കല്ലരി അല്ലെങ്കിൽ ബോയിൽഡ് റൈസ് എന്ന് പറയുന്നത്. ഇത് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ സാധാരണ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ചോറ് അരച്ച് ചേർക്കും. അതിന് പകരമാണ് ഇങ്ങനെ ചെയ്യുന്നത് പൊടിക്ക്. പിന്നെ ഉഴുന്നും 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഇതുപോലെ ഒരു 4 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന്, അതാണ് ഞാൻ ചെയ്യുന്ന രീതി. പിന്നെ ചോറാണ് അരയ്ക്കുക. ചോറിന് പകരം ഞാൻ പുൽക്കല്ലരി എടുത്തിട്ടുണ്ട്. പുൽക്കല്ലരി 2 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഉലുവ, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി നമ്മൾ ഉണക്കും. അത് കഴിഞ്ഞിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിപ്പിക്കുക ചെയ്യാം. ഒരു ബൗളിലുള്ളത് ഏതാണ്ട് 1 കിലോ അരി ഉണ്ടാകും. ഞാൻ തൂക്കം നോക്കിയിട്ടില്ല,
തൂക്കം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഉണ്ടാവും. കാരണം ഇത് നാഴി ഗ്ലാസ് ആണ്. നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന നാഴി ഗ്ലാസ് ആണ്. നാഴി ഗ്ലാസ്സിൽ 4 നാഴി എന്നുള്ളത് അല്ലെങ്കിൽ 4 ഗ്ലാസ് എന്ന് പറയുന്നത് 1 കിലോ വരും. അപ്പോൾ 2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 കിലോ ഉഴുന്ന്, 1/2 കിലോ പുഴുക്കലരി അല്ലെങ്കിൽ ബോയിൽഡ് റൈസ്, അങ്ങനെയാണ് കണക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ഇനി ഇത് കഴുകി ഉണക്കാനിടട്ടെ. മില്ലറ്റിൻ്റെയും അതുപോലെ അരിയിലും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണക്കാനിട്ടുണ്ട്. നന്നായി ഉണങ്ങിയും കിട്ടണം. 2 ദിവസം ഞാൻ ഉണക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മില്ലറ്റിന്റെ പൊടിയാണ്. ഇത് അരിയുടെ. കളറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. 3 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എല്ലാം കൂടി നോക്കിയപ്പോൾ ഓരോന്നും 3 കിലോ, മൊത്തം 6 കിലോ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഞാൻ ഇങ്ങനെ പകർത്തി വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനാണ്. ബാക്കി മൊത്തം ഞാൻ മോന് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മില്ലറ്റിന്റെ അധികം അവന് വേണ്ട. അപ്പോൾ മില്ലറ്റിന്റെ അധികം ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് അരിയുടെയാണ്. അത് അവന് കുറച്ചധികം കൊടുത്തു വിടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ അളവൊന്ന് എനിക്കും അറിയണം. എനിക്കും കറക്റ്റായിട്ട് അറിയില്ല അളവ്. നമുക്ക് എത്ര ദോശ ഒരു ഗ്ലാസ് പൊടിക്ക് കിട്ടും എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ എടുത്തിരിക്കുന്നത് അളവ് ഗ്ലാസ് ഈ ഒരു ഗ്ലാസ് ആണ്. താഴെ ചെറിയ വട്ടം, മുകളിൽ വലിയ വട്ടമായിട്ടുള്ള ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അളവെടുക്കുന്നത്. ആദ്യം മില്ലറ്റിന്റെ പൊടിയാണ് എടുക്കുന്നത്. നിറച്ച് ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരു മില്ലറ്റിന്റെ ഒരു ഗ്ലാസ് പൊടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റൈസിന്റെ എടുക്കുന്നുണ്ട്. റൈസിന്റെ വേറെ ഒരെണ്ണത്തിലേക്ക് എടുക്കുന്നത്. മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. റൈസിന്റെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. നിങ്ങൾ ഓരോരുത്തരും എപ്പോഴാണ് ഉപ്പിടുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉപ്പിട്ടാൽ മതി. ചിലർ ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും. ഞാൻ കലക്കി വെക്കുന്ന സമയത്ത് തന്നെ ഉപ്പിടാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ പാകത്തിന് ഉപ്പിടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരല്പം ലൂസിൽ മിക്സ് ചെയ്യുക. കാരണം പൊടിയാണ്. അപ്പോൾ കുതിർന്ന് വന്നു കഴിയുമ്പോൾ അത് തിക്കാവും. ഫെർമെൻറ്റേഷനും അത് ബാധിക്കും. അപ്പോൾ അത് കാരണം ഒരല്പം 1-2 ടീസ്പൂൺ വെള്ളം കൂടുതൽ ഒഴിച്ച് ഇച്ചിരി ലൂസിൽ മിക്സ് ചെയ്തെടുക്കുക. ദോശയ്ക്കാണെങ്കിൽ കേട്ടോ. ഇഡ്ഡലിക്കാണെങ്കിൽ അതിൻ്റെ പാകത്തിന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. കട്ട കെട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് മില്ലറ്റിൻ്റെയാണ്. ഇനി അടുത്തത് നമുക്ക് അരിയുടെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ദോശയ്ക്ക് ടേസ്റ്റ് ചേഞ്ച് ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. നമ്മൾ സാധാരണ അരി അരച്ച് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. മില്ലറ്റിൻ്റെ ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പൊടിയുടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ, അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മില്ലറ്റിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയ പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മില്ലറ്റ് മിക്സ് ചെയ്ത് അത്ര ഈസി അല്ല കേട്ടോ നമുക്ക് ഈ അരിയുടെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇത് പുറത്ത് പഠിക്കാൻ പോകുന്നവർക്കോ ജോലിക്ക് പോകുന്നവർക്കോ മാത്രമല്ല കേട്ടോ. നമുക്ക് വീടുകളിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെക്കാം. ഇപ്പോൾ ഒരു ദിവസം പുറത്ത് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയിട്ട് വരുമ്പോൾ അരയ്ക്കാനൊന്നും ഇടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊടി ഉണ്ടെങ്കിൽ വേഗം നമുക്ക് കലക്കി വെക്കാവുന്നതേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട്. ഇതിലെടുത്തിരിക്കുന്ന അരി അതുപോലെ മില്ലറ്റ് എല്ലാം 2 ദിവസം ഞാൻ വെയിലത്തിട്ട് ഉണക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ പൊടി കേടാവും. ചെറിയ ഒരു മോയ്സ്ചർ കണ്ടന്റ് വരും. പെട്ടെന്ന് പൂപ്പൽ പിടിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഈ മിക്സ് ഉണ്ടാക്കാനായിട്ട് ആ കുപ്പിയിൽ 3/4 ഭാഗത്തോളം വെള്ളം യൂസ് വന്നു. അരിയുടെ ബാറ്റർ ഉണ്ടാക്കാൻ കുറച്ചധികം വെള്ളം യൂസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ തിക്നെസ് കണ്ടല്ലോ, വളരെ തിന്നായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനി അഥവാ വെള്ളം പോരാന്നുണ്ടെങ്കിൽ നമ്മളത് ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിൽ കളർ ചേഞ്ച് ആയിട്ട് കാണുന്നത് മില്ലറ്റിൻ്റെയും വൈറ്റ് കളറിൽ കാണുന്നത് അരിയുടെയാണേ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്.
നമ്മുടെ ദോശ ബാറ്ററൊക്കെ നന്നായിട്ട് ഫെർമെന്റ് ആയിട്ടുണ്ട്. ഈ എടുത്തിരിക്കുന്നത് മില്ലറ്റിന്റെ ആണ്. അത് അത്യാവശ്യം നന്നായിട്ട് ഫെർമെന്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അരിയുടെയും ഫെർമെന്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ, അത്യാവശ്യം നന്നായിട്ട് ഫെർമെന്റ് ആയിട്ടുണ്ട്. അരിയുടെയും അതുപോലെ തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് അരിയുടെയാണ്. പിന്നെ നമ്മൾ അത് കലക്കി വെച്ചപ്പോൾ ഇച്ചിരി ലൂസായിട്ടാണ് കലക്കിയത്. പക്ഷെ അത് ഫെർമെന്റ് ആയി വന്നപ്പോൾ പാകത്തിനുള്ള പരുവത്തിനായിട്ടുണ്ട്. ഇനി അഥവാ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിക്കാൻ പറ്റും. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനനുസരിച്ച് നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇത് എത്ര എണ്ണം, ഒരു ഗ്ലാസ് പൊടിയല്ലേ നമ്മൾ എടുത്തേ, അപ്പൊ ആ ഒരു ഗ്ലാസ് പൊടിക്ക് എത്ര ദോശ കിട്ടും എന്നുള്ളത്, സാധാരണ തവയിൽ എത്ര ദോശ കിട്ടും എന്നുള്ളത് ഒന്ന് നോക്കണം. അപ്പൊ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കും അറിയണമല്ലോ അപ്പൊ എത്ര എണ്ണം കിട്ടും എന്നുള്ളത്. അരിയുടെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നോർമൽ തിക്കിലാണ്. ഓരോരുത്തർ ഉണ്ടാക്കുന്ന തിക്നെസ്സിന് അനുസരിച്ചാവും കേട്ടോ അതിന്റെ എണ്ണ കിട്ടുന്നത്. ഒരല്പം നെയ്യ് തൂവി കൊടുക്കുന്നുണ്ട്. ഇവിടെ ദോശ ഉണ്ടാക്കുന്നതിന് പ്രത്യേകതയൊന്നുമില്ല. നമുക്കതിൽ എത്ര ദോശ കിട്ടുന്നു എന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടതുള്ളൂ. പിന്നെ ഞാനിവിടെ കുറച്ച് കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് മസാല ദോശ പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതും കൂടി ഞാൻ അടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിയുടെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മില്ലറ്റിന്റെ ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. മില്ലറ്റിന്റെ ദോശ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഒഴിക്കാനായിട്ട്. ഒഴിച്ച് പരത്തിയതിന് ശേഷം തീ കൂട്ടി വയ്ക്കുക നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പറ്റി പിടിക്കും അതിന്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പരത്താൻ പറ്റില്ല. പിന്നെ ഈ ദോശയുടെ പൗഡർ ഞാൻ മില്ലിൽ കൊണ്ട് പൊടിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോഴാണ് നല്ല ഫൈൻ പൗഡറായിട്ട് കിട്ടുള്ളൂ. മിക്സിയിൽ പൊടിച്ചാൽ അത്രയും ക്ലിയർ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഒരു ഹാർട്ടെങ്കിലും, ഒരു റെഡ് ഹാർട്ടെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളാണ് എനിക്ക് ഇതുപോലെ പുതിയ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ ദോശയുടെ നടുക്ക് വെച്ചിരിക്കുന്നത് കപ്പ മസാലയാണ്. സാധാരണ പൊട്ടറ്റോ മസാല ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. പൊട്ടറ്റോയ്ക്ക് പകരം കപ്പയാണെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹെവി ആയിട്ട് തോന്നും, പെട്ടെന്നൊന്നും വിശക്കില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണമുള്ളത്. നമ്മുടെ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അരിയുടെ പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയ ദോശ എനിക്ക് 5 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. മില്ലറ്റിൻ്റെ എനിക്ക് 4 എണ്ണേ കിട്ടിയുള്ളൂ. രണ്ടും ഒരേ അളവാണ് എടുത്തത്. പക്ഷെ ഇങ്ങനെയാണ് അതിൻ്റെ കൗണ്ട് വന്നത്. ഇതിലിപ്പോൾ 3 എണ്ണം വെച്ചേ കാണുന്നുള്ളൂ. അത് വീട്ടിലുള്ളവർ എടുത്ത് കഴിച്ചു, അത്രേ ഉള്ളൂ.